നടൻ സിദ്ദിഖിൻ്റെ മകൻ മരിച്ചിടത്ത് മീഡിയക്കാർ കയറി ചെന്നെന്നോ അവിടെയുള്ള കരച്ചിലൊക്കെ എന്താ പറയുന്നത് കവർ ചെയ്ത് കുറേ വീഡിയോസ് വന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വളരെ മോശമായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല ഇതുവരെ. നേരത്തെ ആരാ KPSC വരച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ, അതാണോ ഏതൊക്കെയോ ആ സംഭവങ്ങളുണ്ട് ഇതുപോലെ. അതെ, പക്ഷേ ഈ മീഡിയ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ചെന്നിട്ട് ആരുടെ വായിക്കകത്ത് മൈക്കിട്ട് കുത്തിയിട്ട് ഓരോന്ന് ചോദിക്കാതിരുന്നാൽ മതി. ഓക്കെ, പക്ഷെ അവിടക്കിൻ്റെ ഒക്കെ വീഡിയോ ലൈവൊക്കെ ഇടുന്നുണ്ട് ഒത്തിരി വീട്ടുകാരൊക്കെ തന്നെയാണ് ഇടാറുണ്ട്. പിന്നെ ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെയൊക്കെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട്, മറ്റേന്ന് പറഞ്ഞാൽ പെയ്ഡാ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു എന്നെ അല്ല എല്ലായിടത്തും നമുക്കറിയാവുന്നിടത്തെല്ലാം അവിടെയൊക്കെ ലൈവ് കാണാൻ പറ്റും. അതിപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സെലിബ്രിറ്റികളാകുമ്പോൾ അതൊരു ചാനലല്ല, അവരുടെ ഫാമിലിക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് കാണുന്ന പരിപാടിയല്ല. കേരളത്തിലുള്ള പലർക്കും ചിലപ്പോൾ കാണുമെന്ന് തോന്നിയാൽ കാണും. ഞാൻ കണ്ടില്ല, എനിക്ക് ശവടൊക്കെ കാണുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മരിച്ച വീട്ടിൽ പോകണമെന്നും വലിയ നിർബന്ധമില്ല. ചിലപ്പോൾ ചില വീടുകളിൽ എത്തും, ചിലപ്പോൾ പോയില്ലെന്നും വരും. അങ്ങനെ പറ്റാത്ത കേസുകളൊന്നും നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആൾ കൂടിയിട്ട് എന്ത് ചെയ്യാൻ, എല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരോടെ കൂടി ഒന്ന് എന്തൊക്കെയോ പറയും. പോരാത്തതിനോ ഈ ഡെഡ് ബോഡി വെച്ചുകൊണ്ട് പള്ളിയാണേലും അമ്പലമാണെങ്കിലും ഏത് കൂട്ടരാണേലും കുറേ നേരം സമയം കളയും. പെട്ടെന്ന് അടക്കുവോ ദയിപ്പിക്കുമോ ഒന്നും അല്ല, എന്തൊക്കെയോ മണ്ടത്തരമൊക്കെ പറയും, കുറേ മണ്ടത്തരം കാണിക്കും, കുറേ വേലകളുണ്ട് അവിടെയൊക്കെ. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി പാട്ട്, കൂത്ത്, ബഹളം, പിന്നെ എല്ലാവരും ഗ്യാതറിങ്. മരിച്ചതിൻ്റെ പേര് ചിലപ്പോൾ കുറേ നാൾ കൂടി ഇരുന്ന് കാണാത്തവരൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാണ്. അല്ല ശരിയല്ലേ, ഒരു ശവടക്കത്തിന് പോയാൽ നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കാണും, ചില പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, അന്ന് അവിടെ വെച്ചായിരിക്കും കുറേ കമ്പനി ആവുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതത്ര വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. ഞാനീ പറഞ്ഞ പോലെ ഈ വായിക്കകത്ത് കുത്തി അന്ന് ഞാനടക്കെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അയ്യോ എന്തൊരു ശല്യമാണ്, കരഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിച്ച് കൂടെ വർക്ക് ചെയ്ത ഒരാളല്ലേ പോട്ടെ, ആര് മരിച്ചാലും അതൊരു തെണ്ടിത്തരമാണ്. അല്ലാതെ ഒരു മീഡിയക്കാരവിടെ പോയിരുന്നുകൊണ്ട് എന്തെങ്കിലും വീഡിയോ കവർ ചെയ്തിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും കാലം കാണുന്നവരേ താല്പര്യമുള്ളവരല്ലേ കാണത്തുള്ളൂ. ഞാൻ കണ്ടിട്ടും ഇല്ല, അറിഞ്ഞുപോലുമില്ല. സിദ്ദിഖിൻ്റെ മകൻ മരിച്ചെന്നറിഞ്ഞു, അല്ലാതെ ഈ മീഡിയ കൂടെ ഈ വീഡിയോയും കണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. സോഷ്യൽ മീഡിയ വരുന്ന സാധനങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി, നമ്മൾ ക്ലിക്ക് ചെയ്താലേ കാണത്തുള്ളൂ. അങ്ങനെ ക്ലിക്ക് ചെയ്യാതിരുന്ന അങ്ങ് സ്കിപ്പാക്കി ഇങ്ങനെ വിട്ടാൽ മതി. അല്ല അത് എടുക്കണോ കാണണോ വേണ്ടയോ എന്ന് വെച്ചാൽ കാണേണ്ടവരൊക്കെ കണ്ടോളൂ. പിന്നെ ആകെ ഒറ്റ പ്രശ്നമുള്ളൂ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അല്ലാതെ വീഡിയോ എടുക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ ചെന്നിട്ട് യോ എന്തുവായിരുന്നു ബന്ധം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് പറയാൻ. ചിലരുണ്ട് മൈക്കിൽ കൂടെ ഒക്കെ പറയാറുണ്ട്, അത് പള്ളിയിലൊക്കെ, ഞങ്ങൾ അയാൾ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഒരുപാട് പേരെ സഹായിക്കുവാന്നും ജീവിച്ചിരുന്ന കാലം അത്രയും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ, അതുപോലെ തന്നെ പള്ളിക്ക് വിരിവ് ചോദിച്ചപ്പോൾ എപ്പോൾ ചോദിച്ചാലും കൃത്യമായിട്ട് പൈസ തരുന്ന ഒരാളായിരുന്നു. നാടിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ രാജ്യത്തിനും വേണ്ടി ഒരുപാട് വാളികൾ വിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ പറയും. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതൊന്നും അധികം പേര് പറയത്തുമില്ല. അതറിയാൻ രസം. കോമഡിയാന്നേ, ശരിക്കും കോമഡിയാണ്. ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോൾ വന്നിരുന്ന ഓരോരുത്തന്മാർ തള്ളുന്ന തള്ളു. പിന്നെ മരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുഖഭാവവും ഒരു നിപ്പും മട്ടും ഭാവവും എല്ലാം ഉണ്ട്. ഭയങ്കര രസമാണ് അത്. ആക്ടിങ് എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ആക്ടിങ്. വേഷം വരെ ഉണ്ട്. ചില കറുപ്പ് അല്ലെ വെള്ള, വേറെ കളറൊന്നും അങ്ങനെ ഇടാനായിട്ടൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. മരിച്ച വീട്ടിൽ പോവല്ലേ, മരിച്ച വീടോ, ഞാനങ്ങനെ പറയുവാനുണ്ട്, മരിച്ച വീടെന്ന്. അത് അത്രയൊക്കെ ഉള്ളൂ, അതൊരു പ്രശ്നമുള്ള കേസല്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വേണ്ടാത്തതൊന്നും കാണാൻ നിൽക്കണ്ട. അത് അടുത്ത കണ്ടന്റ് ഇഷ്ടം പോലെ കിടക്കുക. അതിനിപ്പോൾ ആരുടെ ഒരു അടക്കമാണേലും കല്യാണമാണേലും എന്തോ ആണേലും പ്രസവമാണേലും കാണാതിരിക്കാനുള്ള എല്ലാവിധ ഓപ്ഷനും ഇതിനകത്തുണ്ട്, ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇത് വീഡിയോ എടുത്തവരോട് ഒന്നും പറയാനില്ല, പക്ഷേ അവിടെ ചെന്ന് മരണ ഇൻ്റർവ്യൂ എടുക്കുന്നവരോട് വേണം. ഇനിയിപ്പോൾ അച്ഛൻ മരിച്ചു പോയ മക്കളോട് എന്നിട്ട് ഇവർ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല, അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ നല്ല അച്ഛനായിരുന്നു എന്നൊക്കെ. മക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ചെന്ന് ചോദിക്കണം അങ്ങനെയൊക്കെ, മകൻ മരിച്ചത് എങ്ങനെ നോക്കിക്കാണുന്നു, അച്ഛനേക്കാൾ മുമ്പ് മകൻ മരിച്ചതിൽ അച്ഛന് ദുഃഖമില്ലേ, അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? കല്യാണം കഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും എന്ന് തന്നെയാണോ കരുതിയത്? കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? കുട്ടിയുടെ മരണത്തിൽ അമ്മയുടെ അവസ്ഥ എന്താണ്? ഗർഭപാത്രം വിങ്ങുന്നുണ്ടോ?
അതൊക്കെ ഞാൻ പലരും പറഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുക, എന്തേ നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെയാണ് ആ കുട്ടി, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് അവസാന കാലത്ത് നമ്മളെ നോക്കാൻ മക്കളുണ്ടാകും. പക്ഷേ ഈ ഒരു അവസരത്തിൽ മാതാപിതാക്കളെക്കാൾ മുന്നേ മകൻ മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ എന്ന് ഇല്ലാണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെ നിങ്ങൾ തരണം ചെയ്യും? ഇനി അതുമല്ലെങ്കിൽ വേറെ ചോദ്യമുണ്ട്, മരിച്ച മോനെ ഒരു വാഴ വെച്ചാൽ മതിയാന്നൊക്കെ ചോദിക്കും ഇവന്മാര്. എന്തൊരു സാധനം, വല്ലാത്തൊരു സാധനമല്ലേ അത്. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. വീഡിയോ കവർ ചെയ്യുന്നതിന് ഞാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ സിദ്ദിഖിൻ്റെ മകൻ മരിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അയാൾക്ക് ഇച്ചിരി ഡൗൺ സിൻഡ്രോം എന്തോ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോയും കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലാതെ ഇൻ്റർവ്യൂവിനൊക്കെ സിദ്ദിഖിൻ്റെ ഇൻ്റർവ്യൂ കാണാറുണ്ട് ഇടയ്ക്ക്. ആളൊരു സംഭവമാണ്, അതുകൊണ്ട് അത് കാണും. എനിക്ക് വേറെ ചില ഇൻ്റർവ്യൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിലൊക്കെ അവർ ചെന്ന് കയറി ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ മോനെ കാണിക്കും. വേറൊരു മോനുണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അറിയുകയും ചെയ്തു. വാർത്തയ്ക്കകത്ത് അറിയാനുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കാനും വേണ്ടും എനിക്കൊരു ബന്ധവുമില്ല ഇവരുമായിട്ട്. ബന്ധുക്കളൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ അത്രയ്ക്ക് വലിയ ആരാധകരുണ്ടെങ്കിലോ അത് കാണാം. അല്ലാതെ ഒരു മരണ വീട്ടിലെ ചടങ്ങുകൾ, മരണമാസ് ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തുതരം ഭ്രാന്താണോ എന്തോ. ഈ ആഹാരം കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും, കുക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെയുള്ളവർ മാത്രമല്ല, പല രാജ്യത്തും അങ്ങനെയുള്ളവരുണ്ട്. വേറൊരു രാജ്യത്ത് എനിക്ക് തോന്നില്ല കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ചവടൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. ഈ നാട്ടുകാർ ഇതൊക്കെ കാണത്തുള്ളൂ അല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിക്ക്, വേറെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉള്ളവർക്ക് എന്തോ കുഴപ്പമുണ്ട്, അത്രേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. കണ്ടവനും ഭ്രാന്ത്, എടുത്തവന് പിന്നെ അത്ര ഭ്രാന്തൊന്നുമില്ല. അവനറിയാം ഈ ഭ്രാന്തന്മാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ പോയി എടുക്കുന്നത്. അവർക്കൊരു ഭ്രാന്തും ഇല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരുണ്ടെന്ന് അറിഞ്ഞിട്ട് ഓക്കെ, അവിടെ ഒരു പണി ചെയ്യുന്നതിന് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ? മീഡിയക്കാരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇനി അവിടെ ചെന്നിട്ട് ഇവരോട് ഈ ചോദ്യങ്ങളും ചോദിച്ച്, ഞാനീ പറഞ്ഞ പോലെ മക്കളുണ്ടാകുന്ന ഇപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ മക്കളൊക്കെ മകൻ മരിച്ചു അല്ലെങ്കിൽ മകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചെന്ന് ചോദിക്കാൻ ഇതിലല്ലേ അന്ന് പോയി ചോദിച്ചത് മല്ലിക സുമാരനോട്. പൃഥ്വിരാജും മല്ലിക സുമാരനോട് ചെന്നപ്പോൾ എന്താണ് ഭയങ്കര എന്തോ വികാരമൊക്കെ പ്രകടിപ്പിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നൊക്കെ. അവരും അതിന് ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. എന്തൊരു ഗതികേടാണെന്ന് നോക്കിക്കോണേ ഇവനൊക്കെ. ഭയങ്കര ഗതികെട്ടവർ. എന്തായിരിക്കും അവരുടെയൊക്കെ പ്രശ്നം? ഭയങ്കര മാറാ രോഗമോ അല്ലെ അങ്ങനത്തെ മാറാ രോഗമുള്ള മക്കളോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തിനും അത്രയ്ക്കും പ്രശ്നമോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാശുണ്ടാക്കി ഇങ്ങനെ എങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാൻ തോന്നുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് പ്രശ്നമോ? അല്ലാത്തവരൊന്നും അങ്ങനെ അധികം അങ്ങനെ അല്ലേ, ഒരു പരിധി കൂടുതൽ നമ്മൾ അല്ലെ ഇത് അറിയത്തില്ലേ ഇതിൻ്റെ കാര്യങ്ങളാ? ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും ചെന്ന് കയറി ഇങ്ങനത്തെ മണ്ഡലം കാണിക്കാനേ. ഇപ്പം മരണ വീട്ടിൽ പോയത് എന്ത് ഈ ആൾക്കാർ കാണുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ആരൊക്കെ വന്നു? മറ്റു സെലിബ്രിറ്റീസ്. മോഹൻലാൽ വന്നപ്പോൾ കരഞ്ഞോ? മോഹൻലാൽ ഏതോ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അതും കോമഡി ആയെന്നല്ലോ. അത് ആരുടെയാണ്? അതും KPSC വീട്ടിൽ ചെന്നിട്ടാണ്ട് മണ്ടത്തിൽ ഒപ്പിച്ചത്. ഞാൻ അതിൻ്റെ വീഡിയോ കിട്ടും. അല്ലല്ല സോറി അതിനകത്ത് മണ്ടത്തിലൊന്നും ഒത്തില്ല. അങ്ങനെയല്ല കേട്ടോ. മോഹൻലാലിനോട് എന്ന് വെച്ചപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ഒന്നും പറയാനില്ല. വളരെ അത് ശരി. അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് മോഹൻലാലിനോട് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് പോയി ചോദിച്ചതെന്നാ. സാധാരണ എപ്പോഴും ഇങ്ങനെ എതിർത്ത് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെന്ന് ചോദിച്ചെന്നേ. മമ്മൂട്ടിയാണ് അവരൊക്കെ വരുമോ നോക്കുക. മമ്മൂട്ടിയുടെ ഉമ്മ മരിച്ച ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്നവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തോ ഒരു സാഡ് BGM ഇട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വ്യൂ കിട്ടി. അവിടെ അധികം പേര് പോയില്ല, എന്നുവെച്ചാൽ മീഡിയക്കാരെല്ലാവരും ഒന്നുമില്ല. അപ്പോൾ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിൽ മോഹൻലാൽ വരുമ്പോൾ മോഹൻലാൽ എങ്ങനെയാണ് വരുന്നത്, തോള് ചരിഞ്ഞ് തന്നെയാണോ ഇരിക്കുന്നത്, അവിടെ വന്നിട്ട് മാസ് സീൻ വല്ലതും കാണിക്കുമോ? മമ്മൂട്ടി വരുമ്പോൾ ഉടനെ അവരിങ്ങനെ നോക്കും ഗ്ലാമർ എങ്ങനെ ഉണ്ട്. മമ്മൂക്ക മരണ വീട്ടിൽ വരുമ്പോൾ മേക്കപ്പ് ഇടാതെ ആയിരിക്കും, എല്ലാവരും വിഗ് വെച്ചാണോ വരുന്നത്, മേക്കപ്പ് ഇട്ടാണോ വരുന്നത് എന്നൊക്കെ നോക്കാനാണ് ഈ ആൾക്കാരൊക്കെ വരുന്നത്. നടികളൊക്കെ വരുമ്പോൾ അവർ നല്ല സുന്ദരികളായിരിക്കുന്നു. ചിലപ്പോൾ ഇത് തന്നെ മരണ വീട്ടിലൊന്നും അങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് പോകത്തില്ലല്ലോ അല്ലേ? ഒരാൾ മരിച്ചു, സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഉടനെ മകൾ ഇറങ്ങി വരിക. അപ്പോൾ ഇറങ്ങി നമ്മൾ ലിപ്സ്റ്റിക് ഇടാനും മേക്കപ്പ് ചെയ്യാനും കണ്ണെഴുതാനും കറക്റ്റ് കളർഫുൾ ആയിട്ടുള്ള സാരി എടുക്കാനൊന്നും നിൽക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണല്ലോ നമ്മൾ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ എന്തെങ്കിലും ഇങ്ങനൊരു അവസ്ഥയിൽ പോയാൽ. അപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയൊന്നും അവർ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുവാണ്, മോഹൻലാൽ വിഗ് വെക്കത്തില്ല, മമ്മൂട്ടി വിഗ് വെക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച്. ഇപ്പോൾ വിഗ് അല്ലെന്ന് തോന്നുന്നു, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെന്ന് തോന്നുന്നല്ലേ. അങ്ങനെയൊക്കെ നോക്കാനായിരിക്കുമല്ലേ ഇവർ വരുന്നത്. ഈ കാണുന്നവർ ആരൊക്കെ വന്നു,
സിദ്ദിഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ്, അവരൊക്കെ എന്താ പറഞ്ഞതെന്നൊക്കെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. സുഹൃത്തിൻ്റെ മകൻ മരിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ മകനെങ്ങാനും മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മകനെ പോലെ തന്നെയല്ലേ സിദ്ദിഖിൻ്റെ മോനും എന്നൊക്കെ ആരും വന്ന് പറയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഈ മയക്കം കൊണ്ട് ഇല്ലെന്ന് നടത്തുന്നത്. ഇതൊക്കെയാണോ ഇവർ ആഗ്രഹിക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവിടെ ശരിക്കും. അങ്ങനെയൊക്കെ പറയണമല്ലേ, വീഡിയോ നോക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് അങ്ങ് അവരാധിക്കണം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോടാണ് ഇത് പറയണ്ടേ, നോക്കിയിട്ടൊക്കെ പറയണം, എന്താ അറിയേണ്ടതെന്ന് ചെയ്യണം. ഓക്കെ, എൻ്റെ മകൻ മരിച്ചതുപോലെ പറയണോ അതോ നിൻ്റെ മകൻ മരിച്ച പോലെ പറയണോ? നിൻ്റെ മകൻ മരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ എൻ്റെ സ്വന്തം മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് എന്താണോ ആകുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഈ കാണുന്നവരും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സ്വന്തം അത് അങ്ങനെയാണോ ഇനി അവരുടെയൊക്കെ മക്കൾ മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ എന്തൊക്കെ പറയണം എന്നുള്ളത് അവരുടെ ഒരു സങ്കല്പത്തിൽ ഇവൻ്റെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ ഇതൊക്കെ കേട്ട് മോഹൻലാലൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ ആലോചിക്കുമായിരിക്കുമോ, അന്ന് മറ്റേ മരണ വീട്ടിൽ വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞതുപോലെ നല്ല മകനായിരുന്നു ഞാനും അവനൊന്നിച്ച്, അത് പേര് മാറ്റി അങ്ങ് ഇടുമായിരിക്കും, സ്വന്തം മോൻ്റെ പേരൊക്കെ ഇട്ടിട്ട് അങ്ങ് ആശ്വസിക്കുമായിരിക്കും, അല്ലെ സന്തോഷിക്കുമോ, എന്തോ ഇവരുടെ പ്രശ്നം.